ഇവിടെ സൂര്യയെ പറ്റിയുള്ള ഒരു വീഡിയോയുടെ കീഴെ ഒരു കമന്റ് വന്നിരുന്നു. സൂര്യയോട് ഇവിടെ പലർക്കും സോഫ്റ്റ് കോർണർ ഉള്ളത് കൊണ്ടാണ് എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒരു കമന്റ്. യെസ്, ആ പറഞ്ഞിരിക്കുന്നത് വാസ്തവമാണ്. അക്കൂട്ടത്തിൽപ്പെട്ട ഒരാൾ തന്നെയാണ് ഞാനും. അതായത് സൂര്യയോട് സോഫ്റ്റ് കോർണർ ഉള്ള ഒരാൾ. ആള് തന്റെ കരിയറിൽ നേരിടുന്ന തുടർ പരാജയങ്ങൾ ഒരു പേഴ്സണൽ ലോസ് പോലെ കാണുന്ന ഒരാൾ. ഇതിന് കാരണം എന്താണ്? ബിക്കോസ് എന്റെ ടീനേജ് സമയത്ത്, എനിക്ക് 16-17 വയസ്സുള്ള സമയത്ത്, അതായത് 2009-10 കാലഘട്ടങ്ങളിൽ കത്തു നിന്നിരുന്ന ഒരു നടനായിരുന്നു സൂര്യ. സോ അന്ന് വാരണമായിരം ഒക്കെ കണ്ട് തോന്നി തുടങ്ങിയ ഇഷ്ടമാണ് ഇന്നും നിലനിന്ന് പോകുന്നത്. എന്നാൽ എന്നെക്കാൾ ഒരു 6-7 വയസ്സ് കൂടുതലുള്ള ഒരാൾക്ക്, അതായത് ഇപ്പൊ ഏകദേശം ഒരു 40-നടുത്ത് പ്രായമുള്ള ഒരാൾക്ക് ഇതേ ഫീൽ ഒരുപക്ഷെ തോന്നിയിട്ടുണ്ടാവാം മറ്റൊരു നടനോടായിരിക്കും. യെസ്, പറഞ്ഞു വരുന്നത് 2003-4 കാലഘട്ടത്തിൽ കോളിവുഡിൽ കത്തി നിന്നിരുന്ന വിക്രത്തെ പറ്റിയാണ്. ആ ഒരു കാലഘട്ടത്തിൽ ഹി വാസ് റൈറ്റ് നെക്സ്റ്റ് ടു രജനീകാന്ത്. ഒരുപക്ഷെ 2005 ചന്ദ്രമുഖി ഇറങ്ങിയില്ലായിരുന്നുവെങ്കിൽ ദിസ് ഗൈ വാസ് അറ്റ് ദ ടോപ്പ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. സാമി, തൂൾ, ജമിനി, അന്യൻ, പിതാമഹൻ, അങ്ങനെ എല്ലാ ടൈപ്പ് പടങ്ങളും അദ്ദേഹത്തിന്റെ പോക്കറ്റിലുണ്ടായിരുന്നു. രജനീകാന്തിന്റെ ബോക്സ് ഓഫീസ് പവറും കമൽഹാസന്റെ ആക്ടിംഗ് കപ്പാസിറ്റിയും, ഇത് രണ്ടിന്റെയും ഒരു കോമ്പിനേഷൻ ആയിരുന്നു വിക്രം അക്കാലത്ത്. അന്യൻ എന്ന മാഗ്നം ഓപ്പസിന് ശേഷം, അതേപോലെ ദീർഘകാല പ്രൊഡക്ഷന് ശേഷം വലിയ ഹൈപ്പോട് കൂടി ഇറങ്ങിയ അദ്ദേഹത്തിന്റെ ഒരു സിനിമയായിരുന്നു ഭീമ. പക്ഷേ വാളെടുത്തവൻ വാളാലെ എന്ന സ്ട്രാറ്റജിക് ക്ലൈമാക്സ് ഒന്നും താങ്ങാത്ത തമിഴന്മാർ ആ പടത്തെ വലിയ ഹിറ്റാക്കി മാറ്റിയില്ല. തൊട്ടടുത്ത വർഷം ഇറങ്ങിയ മറ്റൊരു ബിഗ് ബജറ്റ് സിനിമയായിരുന്നു കന്ദസ്വാമി. പക്ഷേ ഒരു അന്യൻ ലെവലിൽ വിജയം ആവർത്തിക്കാൻ അതിനും സാധിച്ചില്ല. ശേഷം 2010 മണിരത്നത്തിന്റെ രാവൺ എന്ന ബിലിംഗ്വൽ സിനിമയിൽ ഒരിടത്ത് ഒരു കഥയിലെ നായകനായും മറ്റൊരു അതേ കഥയിലെ വില്ലനായും അദ്ദേഹം തകർത്ത് അഭിനയിച്ചു. ശേഷം 2011 ദേവത്തിരുമകൾ അദ്ദേഹത്തിനുള്ളിലെ നടനെ ഒന്നുകൂടി നമുക്ക് കാണിച്ചു തന്നു. ഇതിനുശേഷം അദ്ദേഹത്തിന്റേതായി വന്ന ഒരു ഇവന്റ് സിനിമ എന്ന് പറയുന്നത് 2015 ഐ എന്ന സിനിമയായിരുന്നു. എനിക്ക് അത്യാവശ്യം നന്നായി ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു അത്. എന്നാൽ അന്ന് അതിനെ പറ്റിയുള്ള റിവ്യൂസ് വന്നത് സ്റ്റൈൽ ഓവർ സബ്സ്റ്റൻസ് എന്നായിരുന്നു. അതായത് കാര്യങ്ങളൊക്കെ വളരെ ലാവിഷ് ആയിരുന്നെങ്കിലും കോർ എലമെന്റ്സ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിരുന്നു എന്നൊക്കെ. ദാറ്റ്സ് ഇറ്റ്. ഇപ്പൊ വർഷം 2025. ഐ എന്ന സിനിമ ഇറങ്ങിയതിനു ശേഷം 10 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഇതിനിടയിൽ ഇദ്ദേഹത്തിന്റേതായി 12ഓളം സിനിമകൾ പുറത്തിറങ്ങി. ഈ 12 സിനിമകളിൽ ഇരുമുഖൻ എന്നൊരൊറ്റ സിനിമ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇദ്ദേഹം തന്നെ നായകനും വില്ലനുമായ സിനിമയിൽ ഡോക്ടർ ലവ് എന്ന നെഗറ്റീവ് കഥാപാത്രം ഗംഭീരമായിരുന്നു. എന്നാൽ അതിനുശേഷം ഇദ്ദേഹത്തിന്റെ ഒരു സിനിമയും എനിക്ക് പേഴ്സണലി കാണാൻ ഒരു ഇൻട്രസ്റ്റ് തോന്നിയിട്ടില്ല. ഒരുപക്ഷെ ഇത് എനിക്ക് മാത്രമായിരിക്കും സംഭവിച്ചിട്ടുള്ളത്. പക്ഷെ മൊത്തത്തിൽ ഇദ്ദേഹത്തിന്റെ ഈ അടുത്ത കാലത്തായിട്ടുള്ള ഫിലിം കളക്ഷൻസ് നോക്കുമ്പോൾ മറ്റൊരു കാര്യം പറയാൻ പറ്റും. ഒരു കാലത്ത് മികച്ച താരവും മികച്ച നടനുമായിരുന്ന ഇദ്ദേഹത്തിന് ഇന്ന് അദ്ദേഹത്തിന്റെ സിനിമയെ പറ്റി ആളുകൾക്കിടയിൽ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന്.